ഇന്ന് നമ്മുടെ ഈ റൂമിൽ വിശദീകരിക്കുകയാണ്. ഞാനിപ്പോൾ മൈക്കെടുത്തത് അവിടെ ആ റൂമിലുള്ള റൂമുണ്ട് ഒരു നേരിട്ട് ബഹുമാനനായ പി അബൂബക്കർ മുസ്ലിയാരോട് ടെലിഫോണിലൂടെ സംശയ നിവാരണം വരുത്താൻ ശ്രമിച്ചിരുന്നു. ധാരാളം സമയം ഈ വിഷയകമായി അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ചതാണ്. സംസാരം നിർത്തിവച്ച ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് വീണ്ടും സംസാരിച്ചതാണ്. തുടർന്ന് സംശയാസ്പദമായ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെയും മർക്കസിൽ നിന്നുമുള്ള മറുപടികൾ എന്ന് മനസ്സിലായപ്പോൾ അത് സംബന്ധമായ വിവരം നമ്മുടെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ അവിടെ ഉണ്ടെന്ന് പറയുന്ന മുടിക്ക് ആധികാരികതയില്ല എന്ന്, ഇതൊന്നും പ്രശ്നമില്ലല്ലോ, ആധികാരികതയില്ല എന്ന് ഇസ്ലാമിക സമൂഹത്തെ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനിടയുള്ള ആളുകളെ അറിയിക്കേണ്ട ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങളിലും മറ്റും നമ്മളത് പരാമർശിച്ചിരുന്നു. പിന്നെ അത് ഒരു വലിയ പ്രാധാന്യപൂർവമല്ലാത്ത വിധത്തിൽ ആ വിഷയം അങ്ങനെ ഒതുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനിടയിൽ വീണ്ടും പുതിയ ഒരു മുടി അബുദാബിയിൽ നിന്ന് ആദരണീയനായ സഹോദരൻ നേരിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്ക് കഴിഞ്ഞ മർക്കസ് മഹാസമ്മേളനത്തിൽ വെച്ച് കൈമാറിയത് നേരിട്ട് ഡൗൺലോഡ് ചെയ്തു വെച്ച പ്രോഗ്രാമിലൂടെ കാണാൻ സാധിച്ചു. അത് സംബന്ധമായി ഇതുപോലെ വീണ്ടും അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതും ആധികാരികമായി തെളിയിക്കപ്പെടാവുന്ന സാഹചര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ വിശ്വസിക്കാൻ ഒരു നിലയിലും കഴിയാത്ത വിധം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിശദീകരണങ്ങൾ അവിടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചെയ്യാവുന്ന ഒരു മാന്യമായ സമീപനം നേരിട്ട് കാന്തപുരവുമായി വിഷയത്തിൽ രണ്ടാമത് ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരണം തേടലായിരിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഒന്നാമത്തെ മുടിയെ സംബന്ധിച്ച് ടെലിഫോൺ സംസാരിച്ചത് ബഹുമാന്യനായ കാന്തപുരം തന്നെ അതിൽ ചില ഭാഗങ്ങൾ വിശോധിച്ചുകൊണ്ടും ചില ഭാഗങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടും അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയ വിവാദമായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി നേരിട്ട് കാന്തപുരവുമായി ടെലിഫോണിൽ ബന്ധപ്പെടണമെന്ന് തീരുമാനിക്കുകയും പകരം കാന്തപുരവുമായി ഏറ്റവും അടുത്തുള്ള അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര സൂക്ഷ്മപ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങൾക്ക് മുഴുവൻ എപ്പോഴും ഏൽപ്പിക്കപ്പെടാറുള്ള ആദരണീയനായ ഒരു തങ്ങൾ, ജനതയുടെ പേര് ഇപ്പോൾ പരാമർശിക്കുന്നില്ല, അദ്ദേഹം മുഖേന കാന്തപുരവുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുകയും ദിവസങ്ങളോളം ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന വിധം ഒരു ഡിസ്കഷൻ, അത് കാന്തപുരം തന്നെ വരണമെന്നില്ല, നമുക്ക് അങ്ങനത്തെ വാശികളൊന്നുമില്ല. കാന്തപുരത്തിന്റെ വിശ്വസ്തരായ അനുയായികളായ പ്രധാന പ്രവർത്തകരായ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന 1-2 മാന്യന്മാരായ ആളുകളെ ഒന്ന് തരികയാണെങ്കിൽ നമ്മുടെ 1-2 ആളുകൾ കൂടി ഇരുന്നത് മേശയ്ക്ക് ചുറ്റും വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് സത്യമാണെങ്കിൽ നമുക്കും ഉൾക്കൊള്ളാം, ശരിവെക്കാം, അംഗീകരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും പ്രവാചക തിരുമേനി സംഭാഷണങ്ങളുടെ പേരിൽ തന്റെ ആധാർ എന്ന് പറയുന്ന ഒരു വിഷയം ഇല്ലാത്തതാണെങ്കിൽ അവരെ നമ്മളും ഒരുപോലെ എത്തിക്കേണ്ടതാണല്ലോ എന്ന നിലയിൽ വളരെയേറെ ശ്രമങ്ങൾ നടത്തുകയും എത്രത്തോളം വെച്ചാൽ ആ ചർച്ച വിജയകരമായി നടക്കും എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ബഹുമാന്യനായ മധ്യസ്ഥനായി പ്രവർത്തിച്ച കാന്തപുരത്തിന്റെ തന്നെ നേതാവായ തങ്ങൾ ഇടപെട്ടതനുസരിച്ച് കോഴിക്കോട് ഈ മുടി സംബന്ധിച്ച വിശദീകരണ സമ്മേളനം SKSS നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ച ഡേറ്റ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും പിന്നെയും ഒരാഴ്ച നീട്ടിവെച്ച് ആ നടന്ന പരിപാടി അതിലിടയ്ക്ക് ചർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്ന ഒരു അവസരത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാന്തപുരം വഴുതി മാറുന്ന ദയനീയമായ സാഹചര്യത്തിൽ നാം സാക്ഷി വഹിക്കുന്നു. എല്ലാം റെഡിയായ ഘട്ടത്തിൽ ലാസ്റ്റ് കാന്തപുരം പറഞ്ഞു, ഇല്ല, അവരുമായി ചർച്ച നടത്തുന്നതിന് അർത്ഥമല്ല. അത് വളരെ താല്പര്യപൂർവ്വം പോസിറ്റീവായി പ്രതികരിച്ച കാന്തപുരം പറഞ്ഞതായിട്ട് തങ്ങൾ പറയുന്നു,
ഹമീദ് ഫൈസിയെ പോലുള്ള ആളുകൾ എന്നെ വ്യക്തിപരമായി പല വിഷയത്തിലും എതിർക്കുന്നവരാണ്. അവർക്ക് എത്ര സത്യം ബോധ്യപ്പെടുത്തി കൊടുത്താലും അവരത് അംഗീകരിക്കുക, അവർ പിന്നെയും എതിർത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംസാരം വേണമെങ്കിൽ എന്നെ എതിർത്തുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ അവർ പിൻവലിച്ചുകൊണ്ട് പത്രവാർത്ത കൊടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ചർച്ചയാകാം എന്നൊരു സമീപനം സ്വീകരിച്ചപ്പോൾ ആ ചർച്ച സത്യത്തിൽ നടക്കാതെ പോവുകയായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ മാന്യത വിട്ട് ഒരു പദം പോലും പറഞ്ഞിട്ടില്ല എന്റെ ജീവചരിത്രത്തിൽ. പത്രങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വാർത്തകൾ വന്നത് തീർത്തും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും അക്കാര്യം വിശദീകരിക്കുകയും ചെയ്യാറുണ്ട്. നേരെ മറിച്ച് മറുഭാഗത്തുള്ള ആളുകൾ, നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർ കാഫറുകളായി മരിച്ചുപോയി, ചത്തുവീണു മരിച്ചുപോയി എന്നതുൾപ്പെടെയുള്ള വളരെ നെറികെട്ട പരാമർശങ്ങൾ പോലും നടത്തിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ അവരും പിൻവലിച്ച് നമ്മളും പിൻവലിച്ച ശേഷമേ ഈ മുടിയുടെ ആധികാരികത സംബന്ധിച്ച് ഒരു വിശദീകരണം തരാൻ സാധിക്കൂ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു മാന്യ സുഹൃത്തിനും, അത് API ആകട്ടെ, അല്ലെങ്കിൽ മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ഏത് വിഭാഗത്തിനും ബോധ്യപ്പെടും അത് ന്യായമല്ല ആ വിഷയം. അതുകൊണ്ട് തന്നെ ആ മധ്യവർത്തിയായ സുഹൃത്തിന് പോലും ഏറെ ആ വിഷയത്തിൽ നിരാശ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തിപരമായി എന്നോട് ടെലഫോണിൽ സംസാരിച്ചതാണ്. പിന്നീട് കോഴിക്കോട് പരിപാടിയിൽ അദ്ദേഹം മാറി നിന്ന് ശ്രവിച്ച് തിരിച്ചു പോരുമ്പോൾ എന്നോട് നേരിട്ട് പങ്കുവെക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞു മറിയപ്പോൾ നമ്മളിത് സംബന്ധിച്ചൊരു വിശദീകരണം വെച്ചത്. ആ വിശദീകരണങ്ങളിൽ നമ്മൾ ഉന്നയിച്ച ന്യായീകരണങ്ങൾ വളരെ പ്രകടമാണ്, വളരെ വ്യക്തമാണ്, വളരെ പ്രസ്പഷ്ടമാണ്. ധാരാളം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ CD നെറ്റിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് ഞാനതിന്റെ ഉള്ളടക്കം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഒരൊറ്റ പോയിന്റ്. ഒരു കാര്യം സത്യമാണ്, ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ പേരോടായിരുന്നു ഈ മുടി കൈമാറിയ അറബ് സഹോദരന്റെ പ്രസംഗം എഴുതി തയ്യാറാക്കി വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. പേരോട് കൃത്യമായി പറയുന്ന വാചകമാണ്, ടെലഫോണിൽ മുടിയുടെ സനത് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ചോദിച്ചവർക്ക് വേണ്ടി ഇതാ സനത് ഇവിടെ വായിക്കുകയാണ്, സനത് സഹിതമാണ് മുടി കൈമാറുന്നത് എന്ന് പറഞ്ഞ ശേഷമാണ് കൃത്യമായി ഒരു സനത് അവിടെ വായിക്കുന്നത്, ഒരു സ്വഹാബി വരെ എത്തിച്ചേരുന്ന സനത്. ഇത് തന്നെയാണ് മുടിയുടെ സനത് എന്ന് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതേ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. ഇതാ മുടിയുടെ സനത് ഇവിടെ വായിച്ചു കഴിഞ്ഞു, നമുക്ക് ഈ മുടി കൈമാറിയ മാന്യദേഹത്തിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ആ പരമ്പര വഴി അദ്ദേഹത്തിന് കിട്ടിച്ചേർന്നാണെന്ന് ഇവിടെ വായിച്ചു കഴിഞ്ഞു എന്ന് അതേ സമ്മേളനത്തിൽ കാന്തപുരം വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് സനതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, സിറാജ് ദിനപത്രം ഇത് സംബന്ധിച്ച് എഴുതിയ ലേഖനത്തിൽ വളരെ കൃത്യമായി ഇത് തന്നെയാണ് സനത് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ആ കാര്യവും അർത്ഥശങ്കക്കിടമില്ലാത്തൊരു വിധത്തിൽ കാര്യം വ്യക്തമാക്കുന്നു. മുടിയുടെ സനത് അവർക്ക് കൈമാറിപ്പോന്ന പരമ്പര അവിടെ വായിച്ച ആ അറബ് സഹോദരൻ അദ്ദേഹത്തിന്റെ പിതൃപരമ്പര അവിടെ വായിച്ചിട്ടുണ്ട്. അതാണ് മുടി കിട്ടിപ്പോന്ന സനത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച് വളരെ രൂക്ഷമായ നിലയിൽ നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരെയും സമസ്ത കേരള ജംഇയ്യത്തുലമയെയും വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖന പരമ്പരയിൽ 10/3/2011 സിറാജ് ദിനപത്രത്തിൽ അവരെഴുതിയ പരാമർശം കാണുക. രണ്ട് തരം മുടികളാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നു, ആദ്യത്തിന്റെ പരമ്പര, ഈ ലേഖകൻ പറഞ്ഞ ആദ്യത്തേതിന്റെ പരമ്പര ബ്രാക്കറ്റിൽ സനത് ഈ ലേഖകൻ നേരിൽ കണ്ടതാണ്. രണ്ടാമത്തേതിൻ്റെത് ലക്ഷങ്ങൾ പങ്കെടുത്ത പൊതുവേദിയിൽ വായിച്ചു കേട്ടതുമാണ്. ഇത് സിറാജിന്റെ വരികളാണ്. അപ്പൊ പേരോട് ഇതാണ് സനത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, AP അവിടെ വായിച്ചതാണ് സനത് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, സിറാജ് ദിനപത്രം പറയുന്നു ലക്ഷങ്ങളുടെ മുമ്പിൽ വായിച്ചു കേട്ട അതാണ് സനത് എന്ന് പ്രകടമാണ്. നാലാമത്തെ അനുബന്ധം, നമ്മുടെ ഒരു സുഹൃത്ത് SKSSF പ്രവർത്തകൻ ആബിദ് ഹുദവി നേരിട്ട് ഇതിന്റെ സനത് ബോധ്യപ്പെടാൻ വേണ്ടി മർക്കസിൽ പോയതും അത് തെറ്റായി വളച്ചൊടിച്ചുകൊണ്ട് വ്യാപകമായ ഒരു പ്രചരണം നടത്തിയതും പ്രസിദ്ധമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല.
പക്ഷെ അദ്ദേഹത്തോടും കാന്തപുരം പറഞ്ഞ് ഒന്നാമത്തവന്റെ സനത് ഇതാ എന്ന് പറഞ്ഞ് ഒരു 3-4 പേരുടെ പേര് വായിച്ച് ബാക്കി ഇൻഷാ അല്ലാഹ് എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും രണ്ടാമത്തവന്റെ സനത് ജനലക്ഷങ്ങൾ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ച് അവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം അവിടെ വായിച്ചു കേൾപ്പിച്ചതാണ് സനത് എന്ന് സ്ഥിരീകരിച്ചു എന്നത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം സ്ഥിരീകരിക്കപ്പെട്ടൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതനുസരിച്ച് ഈ മുടി അവർ കൈമാറിപ്പോന്ന പരമ്പര അവിടെ വായിച്ച ഈ മുടി കൈമാറിയ അറബ് സുഹൃത്തിന്റെ പിതൃ പരമ്പര അവിടെ കൃത്യമായി വായിച്ചിട്ടുണ്ട്. ആ പരമ്പരയിലൂടെ മുടി കിട്ടിയത് എന്ന് സ്ഥിരീകരിക്കുന്നു. അതേസമയം അതേ അറബ് സഹോദരനുമായി അതേ സമയം തന്നെ അവർ നടത്തിയ അഭിമുഖം സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായി പ്രസിദ്ധീകരിക്കുന്ന സുന്നി വോയ്സ് ദ്വൈവാരിക 2011 ഫെബ്രുവരി 1-28 ഇത് മാസികയായി സ്പെഷ്യൽ ലക്കമായി പ്രസിദ്ധീകരിച്ചതാണ്. ഈ സുന്നി വോയ്സ് ദ്വൈവാരികയുടെ ഫെബ്രുവരി ലക്കത്തിൽ 2011 ഫെബ്രുവരി ലക്കത്തിൽ പേജ് നമ്പർ 47 വളരെ കൃത്യമായി ഒരു അഭിമുഖം നടത്തുന്നുണ്ട് അറബ് സഹോദരനോട്. വിശദമായി ഈ മുടിയെ സംബന്ധിച്ച് നടത്തുന്ന അഭിമുഖത്തിൽ കൃത്യമായി മുടി അറബ് സഹോദരൻ കാന്തപുരത്തിന് കൈമാറുന്ന ചിത്രത്തോടു കൂടിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. സ്റ്റാഫ് പ്രതിനിധി നേരിട്ട് നടത്തിയ അഭിമുഖമാണ്. സ്വാഭാവികമായും കാന്തപുരം ഇതിന്റെ പബ്ലിഷറും ഇതിന്റെ ഉത്തരവാദിയുമാകുമ്പോൾ അദ്ദേഹം നിശ്ചയിച്ച സ്റ്റാഫ് പ്രതിനിധി ആയിരിക്കുമെന്ന് തീർച്ച. അതിൽ രണ്ടാമത്തെ തന്നെ ചോദ്യം ലേഖകൻ ചോദിക്കുന്നത് തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഞാനത് പൂർണ്ണമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കാം. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്ത് എന്ന അൻസാരിയായ സ്വഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെയും കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിന്റെ പക്കലും എത്തുകയും ചെയ്തു റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിയിൽ നിന്ന് പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്കും അവിടുന്ന് അവിടുത്തെ പരമ്പരയിൽ തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് എന്റെ കയ്യിൽ. വളരെ കൃത്യമായി ഇവിടെ പറയുന്നത് ഈ മുടി കൈമാറിപ്പോന്നത് ആ സ്വഹാബി വനിതയിൽ നിന്ന് പാരമ്പര്യമായി കൈമാറിപ്പോന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൽ എത്തിച്ചേർന്നു. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അഹ്ലു ബൈത്തിന്റെ പരമ്പരയുടെ പോന്ന് പിന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്ക് ലഭ്യമായി എന്നാണ്. അത് വളരെ സത്യസന്ധമായിരിക്കാം ആ അറബി പറഞ്ഞ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പ്രകടമായ ഒരു യാഥാർത്ഥ്യം ഈ മുടിയുടെ സനതായി മർക്കസ് സമ്മേളനത്തിൽ ഇവർ പറയുന്ന ജനലക്ഷങ്ങൾക്ക് മുമ്പ് അവിടെ ജനലക്ഷങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള സാധ്യത സംവിധാനം ഇല്ല എന്നുള്ള വേറെ കാര്യം. എന്തായിരുന്നാലും ആയിരങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അവരുടെ ഭാഷ തന്നെ കടമെടുക്കാം. ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ ഇവർ വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയ മുടിയുടെ സനത് എന്ന് പറയുന്ന ആ സനതിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇല്ല എന്ന കാര്യം തീർച്ച. നിങ്ങൾക്ക് ആ സനത് ഇന്നും നെറ്റിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. അത് ഈ അറബ് സഹോദരന്റെ പിതൃ പരമ്പരയാണ്. അദ്ദേഹം അഹ്ലു ബൈത്തല്ല, പ്രവാചക കുടുംബത്തിൽപ്പെട്ടയാളല്ല. കൃത്യമായി അദ്ദേഹത്തിന്റെ പിതൃ പരമ്പരയാണോ വായിച്ചത്. നേരെ മറിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ പ്രമുഖനാണ്, അഹ്ലു ബൈത്താണ്. അത് മറ്റൊരു പരമ്പരയാണ്. ഈ രണ്ട് തരത്തിലുള്ള സനത് ഒരു മുടിക്ക് എങ്ങനെ വന്നു എന്നത് ഗൗരവതരമായ ഒരു സംശയമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഹദീസ് ആണെങ്കിൽ രണ്ട് സനദിന് സാധ്യതയുണ്ട്. ഒരു വാക്ക് നബി തങ്ങൾ പറഞ്ഞു എന്നാൽ അത് 2 പരമ്പരകളോ 3 പരമ്പരകളോ അതേ വാക്ക് വരാം. ഒരു മുടി എന്നാൽ ഒരു ഭൗതിക പദാർത്ഥമാണ്, ഒരു വസ്തുവാണ്. അത് 2 വഴിയിലൂടെ കടന്നു വരാൻ ബുദ്ധി അനുവദിക്കുന്നില്ല, ഒരു സാധ്യതയുമില്ല, ആരും അങ്ങനെ അവകാശപ്പെടുകയുമില്ല. ഒന്നുകിൽ മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞ പരമ്പരയിലൂടെ കടന്നു വരണം, അല്ലെങ്കിൽ അറബ് സഹോദരൻ പറഞ്ഞ പരമ്പരയിലൂടെ കടന്നു വരണം. അറബ് സഹോദരൻ പറഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാറും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അവരുടെ പത്രവും ഒക്കെ പറഞ്ഞതാണ് സനത് എങ്കിൽ അതാണ് ശരിയെങ്കിൽ അറബ് സഹോദരൻ പറഞ്ഞ വാസ്തവ വിരുദ്ധമായിരിക്കണം. അപ്പോഴുള്ള ക്രമപ്രശ്നം വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ അറബ് സഹോദരൻ കൊടുത്ത മുടി അത് പ്രവാചകരുടെ മുടിയാണെന്ന് എങ്ങനെ ജനം വിശ്വസിക്കും? ഒരു ചോദ്യമാണത്. അല്ല, അറബ് സഹോദരൻ പറഞ്ഞ സത്യം എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ